ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ചൊരു വെറൈറ്റി ആയിട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് തന്നെ. അത് നമ്മൾ അയില വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 അയില കേട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 650 ഗ്രാമോളം ഉണ്ടാവും. അത്യാവശ്യം വലിപ്പമുള്ള 3 അയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലെ ഞാനൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ മസാല ഒക്കെ നല്ല പോലെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കണേ. അതുപോലെ തന്നെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് തല നിർത്തിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തല വെക്കുന്ന ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ തല വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യുക. കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. എല്ലാവരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. നല്ലൊരു കളറും കിട്ടും, എന്നാലും അധികം എരിവും ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അടുത്ത് കണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ 1 ടീസ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂണോളം പുളിയുടെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പുളിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീരും യൂസ് ചെയ്യാം കേട്ടോ. ചെറുനാരങ്ങ ജ്യൂസും യൂസ് ചെയ്യാം. പക്ഷേ പുളിയുടെ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാട്ടോ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അയില എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മസാല ഇതുപോലെ മൊത്തമായിട്ടങ്ങ് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇടവുകളിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് പിടിപ്പിക്കുന്നത് നല്ലതാട്ടോ. നല്ലപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള വരിഞ്ഞ് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള രണ്ടും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതായത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മസാല കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ടും കുറച്ചൊക്കെ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള രണ്ടും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ 3ഉം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അതിന് ശേഷം ഇതെങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ശേഷം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാന് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇനി അതൊന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് മീനങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം ആ താഴ്ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം അത് മറിച്ചിട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം ഒന്ന് ആക്കി എടുത്താൽ മതി കേട്ടോ. വല്ലാണ്ടങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി കേട്ടോ. മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അതാ താഴ്ഭാഗം ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിന് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വല്ലാണ്ടങ്ങ് ഡാർക്കാവും വേണ്ട, വല്ലാണ്ടങ്ങ് മുരിഞ്ഞും പോകണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ അതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഒരു താഴ്ഭാഗം കൂടി ഒന്നങ്ങ് ഫ്രീ ആയിട്ട് വന്നാൽ നമുക്ക് അങ്ങ് എടുക്കാം. അപ്പോൾ ആ താഴ്ഭാഗം ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് പതുക്കെ അങ്ങ് മാറ്റിയെടുക്കുകയാണേ. അപ്പോൾ നല്ല പോലെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്കായിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് പൊള്ളിച്ചെടുക്കാനുള്ളതല്ല, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവായിട്ട് വരും. അപ്പോൾ കൂടുതലായിട്ട് ഫ്രീ ആക്കി എടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഫ്രീ ആക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രീ ആക്കി എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണ അതിലേക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 350 ഗ്രാമോളം
ചെറിയ ഉള്ളി കേട്ടോ, കുഞ്ഞുള്ളി ഇല്ലേ, അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം ഒന്നങ്ങ് അടച്ച് വെക്കണം കേട്ടോ. ആ ഉള്ളിലേക്ക് ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഒന്നങ്ങ് വെക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ഉടഞ്ഞ് വരും. അപ്പോൾ അത് ഏകദേശം ഒരു 3 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ ഏകദേശം നല്ല പോലെ ഇങ്ങനെ ഉടഞ്ഞ് വന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതാ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 അല്ലെങ്കിൽ 5 പച്ചമുളക് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ അങ്ങ് വഴറ്റിയിട്ട് എടുക്കണേ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ച് ബാക്കി വന്നിട്ടുള്ള മസാല കേട്ടോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയിട്ട് കൊടുക്കാം. ആ ഒരു മസാലപ്പൊടികളുടെ ഒക്കെ ഒരു പച്ചച്ചുവ പോകുന്നത് വരെ. ഇനി എരിവൊക്കെ കമ്മിയായി തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. നല്ല പോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കണേ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഇങ്ങനെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ രൂപത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മസ്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇതിന്മേലാട്ടോ കിട്ടുക. ഒരു 1/2 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്നങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു മീൻ പൊള്ളിച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിലേക്കുള്ള ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കൽ. ഇനി പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയുടെ ഇല ഒന്ന് വാട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മടക്കിയെടുക്കാനൊക്കെ ഒന്ന് സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് താഴ്ഭാഗത്ത് കുറച്ച് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. ഞാനൊരു 3 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു മസാല. അതിൽ നിന്ന് ഒരു പാർട്ടാണ് കേട്ടോ. ഞാൻ ഇതിന് കുറച്ച് ഭാഗം താഴ്ഭാഗത്ത് ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് മീനങ്ങ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മസാല ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും മൊത്തമായിട്ട് മസാല ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. ഈ മസാലക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഭാഗത്തേക്കും ഞാൻ മസാല എല്ലാ ഭാഗവും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മീനിൻ്റെ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഈ മസാല ഒന്നും അതിൻ്റെ ഒട്ടും പുറത്ത് പോവാണ്ട് നമുക്ക് കിട്ടണം. അപ്പോൾ 2 സൈഡ് ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുക. അതിന് പുറമെ ഈ സൈഡിൽ നിന്നും ഈ ഒരു സൈഡിൽ നിന്നും 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്നങ്ങ് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വാഴയുടെ ഇലയുടെ ആ ഒരു തണ്ടന്നെ കേട്ടോ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കെട്ടിക്കൊടുക്കുന്ന ടൈമിലൊന്നും പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് കെട്ടിക്കൊടുത്താൽ മതിയേ. ഇനി അതുപോലെ തന്നെ ആ താഴ്ഭാഗത്തും അതേപോലെ തന്നെ ഒന്നങ്ങ് ഇതുപോലെ കെട്ടി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്നങ്ങ് ടൈറ്റാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു നല്ല പോലെ ടൈറ്റാക്കി എടുക്കുമ്പോഴേ നമുക്ക് ആ ഒരു മസാലയിൽ നമ്മുടെ മീൻ കിടന്ന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ ഒന്നാക്കി എടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി എന്തെങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റ് ചെയ്യേണ്ട ഒരു തവയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുമ്പ് ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ലത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്മുടെ മീൻ വല്ലാണ്ടങ്ങ് കരിഞ്ഞ് പോകാണ്ടിരിക്കാനും അതുപോലെ തന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഒന്ന് വരാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറഞ്ഞ അളവിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അത് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ 3 ഇതിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു എന്തെങ്കിലും ലിഡ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ടൈറ്റായി കിടക്കുന്ന രീതിയിൽ. അപ്പോൾ കുറച്ച് ടൈം നല്ല പോലെ അതിലിങ്ങനെ ആ ഒരു ചൂടിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അതിൻ്റെ ആ ഒരു മസാലയൊക്കെ നല്ല പോലെ ആ ഒരു മീനിൽ പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാൻ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിട്ട് വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ കരിഞ്ഞു പോകും. ഇനി പതുക്കെ ഇതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം കൂടി ഒന്ന് അങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ.
ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒന്ന് പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒന്നും കൂടെ അതുപോലെ അങ്ങ് അടിച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ ഇതാ 2 സൈഡും നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ പതുക്കെ അങ്ങ് മറിച്ചിട്ട് നോക്കാം. അല്ലേ ആ സൈഡൊക്കെ നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് എടുത്താൽ മതി കേട്ടോ. കണ്ടോ ഈ ഭാഗമൊക്കെ നല്ല പോലെ വയടയിലൊക്കെ നല്ല പോലെ അങ്ങനെ വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫിഷ് നല്ല പോലെ കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൽ നിന്ന് പതുക്കെ അങ്ങ് എടുക്കാം. അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ കെട്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതൊക്കെ ഇതിന് ഇതുപോലെ ഒന്ന് അങ്ങ് എടുത്താൽ വേണ്ടി നല്ല ചൂട് പോകുന്നുണ്ട്. എന്താ വെച്ചാൽ നല്ല പോലെ കുക്കായിട്ട് നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് ചോർക്ക് മാത്രമല്ല നമുക്ക് ചപ്പാത്തി പൊറോട്ട അങ്ങനെ ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.